ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പ്രത്യേക ടോപ്പിക്കൊന്ന് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനകത്തെ മെയിൻ കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു എയർ ഇന്ത്യ സമരം പ്രഖ്യാപിച്ചു. ജീവനക്കാരൊക്കെ സമരത്തിലാണ്. അതുകൊണ്ട് സംഭവിച്ച കാര്യം, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകളൊക്കെ അവർ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു അമൃത എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ, ഒരു ലേഡിയുടെ കാര്യം നമ്മൾ കേട്ടു. അവരും അവരുടെ അമ്മയും കൂടെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി മസ്കറ്റിലോട്ട് പോകാനിരിക്കുകയാണ്. ഹസ്ബൻഡ് അവിടെ സുഖമില്ലാതിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇവരങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അവരങ്ങോട്ട് പോകാനിരിക്കുന്ന സമയത്താണ് ഇവർ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവർ അറിയുന്നത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഇവർ ക്യാൻസൽ ചെയ്തിരിക്കുകയാണെന്ന്. എന്നിട്ട് ഇവർ പകരം സംവിധാനം ഒന്നും അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തില്ല, ആർക്കും അറേഞ്ച് ചെയ്ത് കൊടുത്തില്ല. ഇവർ രണ്ടാമത് നെക്സ്റ്റ് ഡേയിൽ ഇവർ പരസ്യമായിട്ട് ഇവർ പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ നെക്സ്റ്റ് ഡേയിൽ ഇവർ പ്രഹസനം എന്നതുപോലെ ഇവർക്ക് ടിക്കറ്റ് കൊടുത്തു. നെക്സ്റ്റ് ഡേയിലും സെയിം സിറ്റുവേഷൻ, ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരിക്കുകയാണ്, ഇവർക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമ്മൾ കേട്ട റിപ്പോർട്ട്, അദ്ദേഹം അവിടെ മരിച്ചുപോയി. അപ്പം ഇവർക്ക് അവസാനമായിട്ടൊന്ന് കാണാൻ പോലും പറ്റിയില്ല. 2 പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല എന്നുള്ളൊരു ദുഃഖകരമായ വാർത്ത നമ്മൾ കേൾക്കുവാനിടയായി. അപ്പം ഇതിൻ്റെ അകത്തെ കാര്യം എന്താണ്? ഈ എയർ ഇന്ത്യയിലെ ജീവനക്കാർ പെട്ടെന്ന് സഡൻലി പ്രഖ്യാപിച്ച ഒരു പണിമുടക്ക് കാരണം പറ്റിപ്പോയത് സാധാരണക്കാർ, ജനങ്ങൾ, അതായത് യാത്ര ചെയ്യേണ്ട സ്വന്തം പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത യാത്രക്കാരായ ജനങ്ങളാണ് ഇതിന് വില കൊടുക്കേണ്ടി വന്നത്, അല്ലേ? അപ്പം എയർ ഇന്ത്യനെ ഇപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ സ്റ്റാഫുകൾ അപ്രതീക്ഷിതമായിട്ട് പണി മുടക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിലത്തെ കാരണം എന്താണ്? സംഘടനകൾ. അതായത് ഇവർക്ക് ഈ സ്റ്റാഫുകളുടെ, എയർ ഇന്ത്യയുടെ ആണെങ്കിലും ഏതിൻ്റെ എടുത്താലും കുറേ സംഘടനകളുണ്ട്. ഇവർക്ക് എല്ലാ സ്റ്റാഫുമാർക്കും കുറേ സംഘടനകളുണ്ട്. അപ്പോൾ ഈ സംഘടനകളാണ് ഇതിനൊക്കെ ഈ വളം വെച്ച് കൊടുക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവർ സമരം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങളെക്കുറിച്ച് ഇവരൊന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. ഇവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, എന്തെങ്കിലും ഇവർക്കൊരു ഇത് കൂട്ടിക്കിട്ടണം, ഇവർക്ക് സാലറി കൂട്ടിക്കിട്ടണം, അല്ലെങ്കിൽ ഇപ്പോൾ എയർ ഇന്ത്യയുടെ മാറ്റർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ന്യൂസ് നോക്കിയില്ല. അപ്പം എനിവേ, എന്ത് റീസൺ ആണെങ്കിലും ഇവരാരും ചാകാൻ കിടക്കുകയൊന്നും അല്ലല്ലോ. ഇവർക്ക് കിട്ടേണ്ട സാലറി കിട്ടുന്നുണ്ടല്ലോ, ഇവർക്ക് കിട്ടേണ്ടതെല്ലാം ഇവർക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇവർ അല്ലെങ്കിൽ പോട്ടെ, ഇവർക്ക് മുൻകൂട്ടി പറഞ്ഞ് ഇവർക്കൊന്ന് ഒരു ടൈം കൊടുക്കാമായിരുന്നു. അപ്പോൾ ഈ ജനങ്ങൾ എന്ത് ചെയ്യും? എമർജൻസി ആയിട്ട് ഉള്ള ആൾക്കാർക്ക് എയർ ഇന്ത്യയെ ആശ്രയിക്കാതെ വേറെ ഫ്ലൈറ്റ് കമ്പനികളൊക്കെ ആശ്രയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അങ്ങനെ നിർഭാഗ്യവശാൽ ഇവർ സഡനായിട്ട് ഇത് പണി മുടക്കിയതുകൊണ്ട് ഇവർക്ക് മറ്റ് സംവിധാനങ്ങളെ ആശ്രയിക്കാനൊന്നും സാധാരണക്കാർക്ക് പറ്റിയില്ല. ആ ഇൻസിഡൻ്റ് ആണല്ലോ നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ അടുത്തൊരു സംഭവം നമ്മൾ കണ്ടു. ഒരു IAS ഉദ്യോഗസ്ഥൻ, പുള്ളിക്കാരൻ്റെ കുഴിനക പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഡ്യൂട്ടിയിലായിരുന്ന ഡോക്ടറെ വിളിച്ചു വരുത്തി പരിശോധിപ്പിച്ചു എന്നൊക്കെയാണ് കേട്ടത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത്ര പൊട്ടനായിരിക്കും അയാളെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു ഡോക്ടറെയൊക്കെ വിളിച്ചു വരുത്തിയാൽ അത് പ്രശ്നമാകുമെന്നൊക്കെ ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി അയാൾക്കില്ലാത്തത് കൊണ്ടാണോ അതെയോ ധാർഷ്ട്യമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ രക്ഷിക്കാൻ സംഘടനകളുണ്ട് എന്നുള്ള ധാർഷ്ട്യമാണോ അയാൾക്കെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും സംഘടന രംഗത്ത് വന്നു. ഡോക്ടർമാർക്കെതിരെ, അതായത് ഇയാൾക്കെതിരെ പരാതി ഉന്നയിച്ചവർക്ക് എതിരെ ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘടന രംഗത്ത് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീടുള്ള ന്യൂസുകളിലൊക്കെ വായിച്ചു. അപ്പോൾ അതുപോലെ തന്നെയാണ് സർക്കാർ ഹോസ്പിറ്റലുകളിലുമൊക്കെ ഈ ഡോക്ടർമാർ മിന്നൽ പണിമുടക്ക്. ഇനിയിപ്പോൾ ഇവന്മാരുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് പറ്റിപ്പോയതാണെങ്കിൽ പോലും ആരും ഇവരെ ശിക്ഷിക്കാൻ പാടില്ല, ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഇവർക്ക് നമ്മളങ്ങ് കീഴ്പ്പെട്ടിരുന്നോണം. അത് സർക്കാർ ആണെങ്കിൽ കൂടി ഇവർക്കങ്ങ് കീഴ്പ്പെട്ടു ഇരുന്നോണം. ഇല്ല എങ്കിൽ ഇവരങ്ങ് സമരം ചെയ്തങ്ങ് ഹോസ്പിറ്റലൊക്കെ അങ്ങ് നിശ്ചലമാക്കിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഈ സംഘടനകൾ എല്ലാത്തിനുമുണ്ട്. IPSകാർക്കുണ്ട് സംഘടനകൾ, എല്ലാ ക്ലർക്ക്, പിയൂണ് തൊട്ട് സകല ഐറ്റത്തിനുമുണ്ട് ഈ സംഘടനകളെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു വശത്ത് നോക്കുമ്പോൾ അത് കുറച്ചൊക്കെ ഉപകാരപ്രദമാണ്. പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഈ സംഘടനകളെ കൊണ്ട് യാതൊരു ഉപകാരമില്ല. അത് ദോഷം മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്ക്, ആ സംഘടനയിലുള്ളവർക്കല്ലാതെ ബാക്കിയുള്ളവർക്ക് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. പൊതുജനത്തിന് അത് ദോഷം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ ഇങ്ങനെ ഈ സംഘടനകളുടെ ബലത്തിലുള്ള ഈ മിന്നൽ പണിമുടക്കുകളെയൊക്കെ ഒന്ന് വരുതിയിൽ നിർത്തുവാൻ മാനേജ്മെൻറ്റുകൾക്കും സർക്കാരിനുമൊക്കെ ഒരു ഐഡിയ ഉണ്ട്. ഇതവർ പ്രയോഗിക്കുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. 1 പ്രാവശ്യം 2 പ്രാവശ്യം ഇതൊന്ന് പ്രയോഗിച്ച് കഴിഞ്ഞാൽ
ഇത് സക്സസ് ആവുക തന്നെ ചെയ്യും. ഇവർ പാഠം പഠിക്കും. അതായത് ഇപ്പം ഈ ഡോക്ടർമാരുടെ സമരം അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുങ്ങളെ കുറച്ചെണ്ണത്തിന് അങ്ങ്, അതായത് ഈ സമരത്തിന് നേതൃത്വം നൽകുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അങ്ങ് ജോലിയിൽ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടതിന് ശേഷം അവിടെ പുതിയ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുക. എന്തോരം നമ്മുടെ ഇന്ത്യയിൽ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാരത്തികളും ഇഷ്ടം പോലെ ഉണ്ടെന്നല്ല, ഇപ്പം ജോലിയിലായിരിക്കുന്നവരെ കഴിഞ്ഞ് വില്ലിങ് ആയിട്ടുള്ള ആൾക്കാർ പുറത്തുണ്ട്. അവർക്ക് ജോലി കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, അതായത് ഒരു 2-3 സ്ഥാപനങ്ങളിൽ ഇങ്ങനെയൊന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവരുടെ ഈ സംഘടനയുടെ പിന്നിലുള്ള ധാർഷ്ട്യം കൊണ്ടുള്ള സമരമൊക്കെ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇങ്ങനെ ഇവരെ അങ്ങ് ഇങ്ങനെ മിന്നൽ പണി മുടക്കുന്നവരെയും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം സംഘടനയുടെ പേരും പറഞ്ഞ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്നവന്മാരെയും ഒക്കെ അങ്ങ് പറഞ്ഞു വിട്ട് ഈ സർക്കാരിൻ്റെയും ഒക്കെ കീഴിൽ ഇങ്ങനെ ശമ്പളം ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ അങ്ങ് മേടിച്ച് കൂട്ടിയിട്ട്, നമുക്കറിയാം ഇവർക്ക് കിട്ടുന്ന കുറച്ച് ശമ്പളമൊന്നും അല്ല, ഇവർക്ക് നല്ല സാലറി തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ നിമിഷം നമ്മളെയൊക്കെ പറഞ്ഞു വിടും. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പ്രൈവറ്റ് ഫേമുകളിലുണ്ട്. എന്നാൽ ആ ബുദ്ധിമുട്ടുകളൊന്നും ഇവർക്കില്ല. ഇവർ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ട്. അവർ ഓക്കെ ഫൈൻ. അപ്പം മര്യാദയ്ക്ക് ജോലി ചെയ്യത്തുമില്ല, എന്നിട്ട് ഉള്ള ധാർഷ്ട്യം മുഴുവൻ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കണമെങ്കിൽ ഒരു ഒറ്റ മാർഗ്ഗം ഇതേ ഉള്ളൂ. ഇവന്മാരെയൊക്കെ അങ്ങ് ഈ സമരം ചെയ്യുന്നവരെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും അങ്ങ് ഒന്നിച്ചങ്ങ് പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവരെ ജോലിക്ക് എടുക്കാതെ അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് പുതിയ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇവർ ഒരു 2-3 സ്ഥലത്ത് ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ മിന്നൽ പണിമുടക്കുകളും ഈ ചുമ്മാ എനിക്ക് അതിന് പോകണം, എനിക്ക് 1-ന് പോകണം, 2-ന് പോകണം, അതിനൊന്നും പറഞ്ഞിട്ടുള്ള ഈ ചെറിയ വിഷയങ്ങൾക്ക് ഈ സമരം ചെയ്യുന്നവന്മാരുടെ മുഖത്തിനിട്ടുള്ളൊരു അടിയായിരിക്കും അത്. അപ്പം അങ്ങനെ ചെയ്യാൻ ധൈര്യം സർക്കാരിനും ഉണ്ടാകണം, മാനേജ്മെൻറ്റിനും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനൊക്കെ അറുതി കൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് കഴിയും. എനിവേ ഇതൊക്കെ സംഭവിക്കുവാൻ നമുക്കൊക്കെ ആഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ സംഭവിക്കുമോ എന്നറിഞ്ഞുകൂടാ. എനിവേ എപ്പോഴെങ്കിലുമൊക്കെ ഇത് കുറേ മടുത്ത് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ഇതിനെതിരെ എഴുന്നേറ്റ് രംഗത്ത് വരും, അധികാരപ്പെട്ടവർ രംഗത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശുഭപ്രതീക്ഷയാണല്ലോ നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.